മോദിയെ പൂട്ടി ട്രംപിന്റെ ആദ്യ നീക്കം. മോദി അമേരിക്കയിൽ പോയി ട്രംപിനെ കാണാൻ വട്ടം കൂട്ടുന്ന സമയത്ത് ഇത്തരത്തിലൊരു അടി മോദി ഒട്ടും പ്രതീക്ഷിച്ചിട്ടേയില്ല. അതുകൊണ്ടാണിപ്പോൾ കാര്യം അല്പം കൂടി തീവ്രതയുണ്ട് എന്ന് മോദി തിരിച്ചറിയുന്നത്. ഗുജറാത്തിൽ നിന്നാണ് ട്രംപ് തൂത്തുവാരൽ തുടങ്ങിയിരിക്കുന്നത്. ഒറ്റയടിക്ക് 33 ഗുജറാത്തികളെ പുറത്താക്കിക്കൊണ്ടാണ് അമേരിക്ക ഇന്ത്യക്ക് ആദ്യത്തെ അടി കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ മോദി ഒരിക്കലും ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമെന്ന് കരുതിയിട്ടേയില്ല. ഇതുകൊണ്ടും തീർന്നില്ല. BJP തൂത്തുവാരിയ ഹരിയാനയിൽ നിന്നും 33 പേരെയും ഗുജറാത്തിന് പിന്നാലെ ട്രംപ് പുറത്തേക്കെറിഞ്ഞിട്ടുണ്ട്. 140 കോടി ജനങ്ങൾ ഭാരതീയർ തലകുനിച്ച നിമിഷമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. എന്നാൽ ഇവിടങ്ങളിൽ ഒന്നും മോദി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരായ കൈവിലങ്ങും കാൽവിലങ്ങും ഒക്കെയായി 104 പേരെയും കൊണ്ട് അമൃത്സറിൽ അമേരിക്കയുടെ സൈനിക വിമാനം കഴിഞ്ഞ ദിവസമാണ് വന്നിറങ്ങിയത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ച അനധികൃത കുടിയേറ്റക്കാരുടെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം 104 അനധികൃത കുടിയേറ്റക്കാരിൽ കൂടുതലും ഗുജറാത്ത്, ഹരിയാന സ്വദേശികളാണ്. ഗുജറാത്ത്, ഹരിയാന കൂടാതെ പഞ്ചാബ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ചണ്ഡീഗഡ് സ്വദേശികളെയും US സൈനിക വിമാനത്തിൽ പഞ്ചാബിലെ അമൃത്സറിൽ എത്തിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്ന് 33, ഹരിയാനയിൽ നിന്ന് 33, പഞ്ചാബിൽ 30 ഉത്തർപ്രദേശിൽ 3 പേർ, മഹാരാഷ്ട്രയിൽ നിന്ന് 3 പേർ, ചണ്ഡീഗഡിൽ 2 എന്നിങ്ങനെയാണ് സംസ്ഥാനം തിരിച്ചുള്ള വെവ്വേറെ കണക്കുകൾ. നാടുകടത്തപ്പെട്ട 104 പേരിൽ 75 പുരുഷന്മാരും 25 സ്ത്രീകളും ഉൾപ്പെടുകയും ചെയ്യും. ഇതിൽ 12 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. കൂടാതെ 48 പേർ 25 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ളവർ. ഗുജറാത്തിൽ നിന്നുള്ള 4 വയസ്സുകാരനാണ് ആദ്യ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ. ട്രംപ് രണ്ടാമതും പ്രസിഡന്റ് പദത്തിൽ എത്തിയ ശേഷമുള്ള ആദ്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരാഴ്ച കഴിഞ്ഞ് US പോകാനിരിക്കുകയാണ് ഇത്രയും സംഭവങ്ങൾ. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനുള്ള ട്രംപിന്റെ നീക്കത്തെ ഇന്ത്യ പക്ഷേ പിന്തുണച്ചിരുന്നു. വാഷിംഗ്ടണിൽ നിന്നുള്ള വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇത് വ്യക്തമാക്കിയതുമാണ്. അതിന്റെ ബാക്കി പത്രമാണ് സൈനിക വിമാനമായി കഴിഞ്ഞ ദിവസം കണ്ടതും. അതേസമയം അമേരിക്കയിൽ നിന്ന് നാട് കടത്തപ്പെട്ടവരുമായി ഇന്ത്യയിലേക്ക് വന്ന സൈനിക വിമാനം അമൃത്സറിൽ ഇറക്കിയത് സംബന്ധിച്ചും വിമർശനം ഉയരുന്നുണ്ട്. കാരണം കൂടുതൽ ആളുകൾ ഗുജറാത്തിലോ ഹരിയാനയിലോ ഒക്കെയാണ്. അവിടങ്ങളിലൊന്നും വിമാനം ഇറക്കാതെ പഞ്ചാബിൽ ഇറക്കിയതാണ് വിമർശനത്തിനിടയായത്. 104 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെയും വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയിലെ ടെക്സസിൽ നിന്ന് പുറപ്പെട്ട US വ്യോമയാന വിമാനം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കഴിഞ്ഞ ദിവസം പഞ്ചാബിലെത്തിയത്. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരായ 18,000 പേരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം നടപ്പാക്കുന്നതിന്റെ തുടക്കമാണിത്. ഇന്ത്യൻ എംബസി വഴി പൗരത്വം ഉറപ്പുവരുത്തിയ ശേഷമാണ് 104 പേരെ ഇന്ത്യയിലേക്ക് കയറ്റിവിട്ടത്. 1100 ഇന്ത്യക്കാരെ കഴിഞ്ഞ വർഷം അമേരിക്ക തിരിച്ചയച്ചിരുന്നുവെങ്കിലും ചരിത്രത്തിൽ ആദ്യമായാണ് സൈനിക വിമാനത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത്. ഇന്ത്യയുമായി കൂടിയാലോചന നടത്തിയാണ് 104 അനധികൃത കുടിയേറ്റക്കാരുമായി വ്യോമസേനയുടെ ആദ്യ വിമാനം US നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചതും.